ആ വീട്ടിലെ അംഗമാണ് ആര്? സയ്യിദ്ന മുആവിയ. ആ മുആവിയ ആക്ഷേപിക്ക്. മുആവിയ തങ്ങളും അലിയാർ തങ്ങളും തമ്മിൽ തർക്കണ്ട്. നിനക്കണ്ട ഇജാര സാഹിബുൽ മഹ്കമ ജനറൽ ജഡ്ജി ഷംസുലമാ റഹ്മത്തുള്ളാഹിയും സർത്തുല്ലാ റഹ്മത്തുള്ളാഹിയും തമ്മിൽ തർക്കണ്ടെങ്കിൽ ഇജാരനെങ്കിൽ ഇജാര തർക്കം തീർക്കണല്ലോ. നമുക്ക് ഷംസുലമ മഹാനാണെങ്കിൽ നമുക്ക് ആ ഒരു മഹാൻ തന്നെയാണ്. പറയടാ എല്ലാത്തൊരു ഇന്ത്യ ക്ലാസ്സിനല്ല, എനിക്കൊരൊക്കെ മഹാനാണ്. ഒരു ലോകത്തിന് നമ്മളില്ല. അവർ തമ്മിൽ തർക്കണ്ടെങ്കിൽ തീർക്കുന്ന ആളാണ് ഈ സാഹിബുൽ മഹ്കമ ജഡ്ജിയ. മനസ്സിലാണ്ട് പറഞ്ഞത്? നമുക്ക് അവരൊക്കെ മഹാന്മാർ തന്നെയാണ്. മനസ്സിലാണ്ടോ? അവർ തമ്മിൽ തർക്കണ്ടായിക്കോട്ടെ. ഒരു തിര മറ്റൊരു തിരയെ അടിച്ചു, അതിന് ഉള്ളപ്പെട്ട ചെറിയാവും. ഒരു തിര മറ്റൊരു തിരയെ അടിക്കും, ഇതിനുള്ളിൽ കയറിയാലോ ഇജിജാവും. ഞങ്ങൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു എന്ന് പറയാൻ പൂതിയ ചിലർക്ക്. നമ്മൾ അറബി കിതാബിലൊക്കെ ഉണ്ട് അറസ്തോത്താലിസ്. ആരുടെ അയാൾ? ദഹ്രി, പക്ക ദഹ്രി. അയാളുടെ ഓമന ശിഷ്യനാണ് ആര്? അലക്സാണ്ടർ. അയാൾ ചെയ്തു കൂട്ടിയ തിന്മ ആകാശഭൂമികൾക്കിടയിൽ ഒരാൾ ചെയ്തിട്ടില്ല. എന്തിനാണ് അലക്സാണ്ടറെ അരിസ്റ്റോട്ടിൽ അയച്ചത്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ധർമ്മം നശിപ്പിക്കാൻ, നന്മ നശിപ്പിക്കാൻ. ഇബ്നു ഹജർ തങ്ങളാണ് പറഞ്ഞത്, അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദിൻ. ഈ ലോകാകെ കൂടിയാൽ മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിൻ്റെ സ്റ്റാൻഡാകാനേ ഉള്ളൂ. എന്ത് പറഞ്ഞോ? ഇത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദിൻ. ഈ ലോകാകെ കൂടിയാൽ മുഹമ്മദ് എന്ന ആളുടെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ. ഈ ലോകാകെ കൂടിയാൽ മുഹമ്മദ് എന്ന ആളെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ. കാലൊക്കാനുമില്ല. മുഹമ്മദ് എന്ന ആളെ കാലൊക്കെ മാത്രമൊന്നും ഒന്നുമില്ല. എന്ത് വേണമെങ്കിൽ വെക്കാം. പറയണ എന്ത് മുഹമ്മദ് മുസ്തഫ തണ്ടാസിലേക്ക് പോകുമ്പോൾ കൊണ്ടാണ ചെരുപ്പൊക്കെ മാത്രമേ ഈ ലോകമുള്ളൂ. അങ്ങനത്തെ ഒരാളോ അതാരാണ് അറിയില്ല. അറിയണ്ടേ? അറിയില്ല എന്നുള്ളത് അറിഞ്ഞാൽ മുഅ്മിനായി, അറിഞ്ഞാൽ കാഫിറായി. എൻ്റെ പേര് എന്തോ ആയിക്കോട്ടെ, നബിയെ എനിക്കറിയുമെന്നറിഞ്ഞാൽ നീ കാഫിറാണ്, ഉള്ളു കാഫിറാണ്. അതാണ് വഹാബിക്ക് പറ്റിയത്. വഹാബിയെ കാഫിർ എന്ന് വിളിക്കണ്ട, പക്ഷെ അവർ നബിയുടെ മഹത്വം മനസ്സിലാക്കിയില്ല, അതവർക്ക് സംഭവിച്ചു. നിസ്കാരവും നോമ്പും കൊണ്ടുവരാൻ വേണ്ടി വന്ന ഒരാളായി നബി അവർ കണക്കാക്കി. ഖുർആൻ കൊണ്ടുവരാൻ വന്ന ഒരാളായി അവർ നബിയെ കണക്കാക്കി. ഖുർആൻ കിട്ടിയില്ലെങ്കിൽ എന്താ? ഖുർആൻ കിട്ടിയില്ല എന്നാലെന്താ? മനുഷ്യർക്ക് ഖുർആൻ കിട്ടിയില്ല എന്നാലെന്താ? അതെന്താണ്? മനുഷ്യർക്ക് അല്ലാഹു തആല ഖുർആൻ കൊടുത്തില്ല, എന്നിട്ടെന്താണ്? മുഹമ്മദ് എന്നാൽ മുഹമ്മദ് ആളെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് പരിഹാരം ഇല്ല. ഖുർആൻ കൊടുത്തില്ലെങ്കിൽ പരിഹാരമുണ്ട്. മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടില്ലെങ്കിൽ പരിഹാരം ഇല്ല. എന്താ പറഞ്ഞേ? ഇത് വിശ്വസിച്ചോ? എന്താ പറഞ്ഞേ? ഖുർആൻ അല്ലാഹു മാലോക സമൂഹത്തിന് അല്ലാഹു ഖുർആൻ കൊടുത്തിട്ടില്ലെങ്കിലും മുഹമ്മദ് എന്നാൽ പരിഹാരമാണ്. ഇനി ഖുർആൻ കിട്ടിയാൽ തന്നെ മുഹമ്മദിയത്തിലൂടെയാണ് പരിഹാരം. കാരണം ഒരുപാട് ആളുകൾ ഖുർആൻ കൊണ്ട് പേച്ചു പോവും. അങ്ങനെ അർത്ഥം വെച്ചാണ്. ഒരുപാട് ആൾ ഖുർആൻ കൊണ്ട് വെച്ചു. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. എൻ്റെ ഇല്ലേ ഖുർആൻ കൊണ്ട് വെച്ച എത്ര ആളുണ്ട് നമ്മളെ നാട്ടിൽ? ഇന്നില്ലേ 3 വഖ്ത് നിസ്കരിക്കുന്നവരില്ലേ? റമദാനിൽ നോമ്പിൽ മര്യാദയ്ക്ക് നോമ്പുൽക്കത്തവരില്ലേ? ഖുർആൻ കൊണ്ട് പേച്ചവർ എത്ര ഉണ്ട്? ഖുർആനിലെ ചില പദങ്ങൾ നോക്കിയിട്ട് കാഫറായ നിരീശ്വരവാദികൾ എത്ര ഉണ്ട്? എന്ത് ആ പദങ്ങൾ അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ തെറ്റായി. ഖുർആൻ കൊണ്ട് വല്ലതും പേച്ചു. എന്നാൽ മുഹമ്മദ് എന്ന ആളെ കൊണ്ട് ഒരാൾ പേക്കില്ല. സ്വഹാബിയെ കൊണ്ട് പേക്കൂല. പിന്നെയുണ്ട് മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞേ? എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയെ കൊണ്ട് ഒരാൾ പേക്കൂല. ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ ഏതൊരാളെ കൊണ്ടും നിങ്ങൾ ഹിദായത്തിലാവും.
എന്നാൽ ഖുർആനോ, ഖുർആൻ മുഹമ്മദീയത്തിലൂടെ അല്ലാതെ സമീപിച്ചാൽ നീ ളലാലത്തിലോ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരു സഹാബിയെ കൊണ്ട് പിഴക്കും എന്ന്, ലോകത്തൊരാൾ പിഴക്കും എന്ന് ഈ ലോകത്തൊരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ സ്വഹാബിയെ കൊണ്ട് ചിലർ പിഴക്കും. അതെങ്ങനെ? സ്വഹാബി ആക്ഷേപിക്കുക. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നവരുമായി ഒരു ബന്ധവും പാടില്ല. അവരാരാണെങ്കിലും അവരോട് ബന്ധപ്പെടാം. അവർ ഫോൺ ചെയ്യരുത്, വർത്താനം പറയരുത്. സദസ്സിലിരിക്കൽ പോയിട്ട് അവരുടെ ഗ്രൂപ്പിൽ കയറരുതെന്ന് മാത്രമല്ല, അവരുടെ പ്രസംഗം കേൾക്കരുത് മാത്രമല്ല, അവരുമായി അഭിമുഖീകരിക്കുക പോലും ചെയ്യരുത്. അറിയാതെ ഈ എൻ്റെ അയൽക്കാരനായ മാധവനോട് 1 മണിക്കൂർ വർത്താനം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. മാധവനാണെന്ന് നിനക്കും അറിയാം, നീയും അബ്ദുറഹ്മാനെന്ന് മാധവനും അറിയാം. അതേ സമയത്ത് ഒരു സ്വഹാബിയെ നിന്ദിക്കുന്ന ഒരാളെ മോത്തേക്ക് നോക്കിക്കരുത്. എന്തുകൊണ്ട്? അതിൽ കുഫറുണ്ടാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു. ഇന്ന് സൗകര്യം ഒരു വന്നാൽ മതിയടോ ഈ ക്ലാസ്സിന്. മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കാൻ എന്താണ് വിചാരിച്ചേ? സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന മുസ്ലിങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അവർ ഞാൻ ഭാഷാപരമായി പറഞ്ഞ മുസ്ലിങ്ങൾ ഒരു മുസ്ലിങ്ങളല്ല, അവർ കുഫറുകളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഉറപ്പായിട്ട് മോശമാണ്, അവർ കാഫിറാണ്. കാരണം അവരാ ഈ മുആവിയയുടെ വാപ്പയാണ് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാനെ പറ്റി എന്റെ മുത്തുനബി പറഞ്ഞത് എന്താണ് പറഞ്ഞത്? മൻ ദഖല ബൈത അബീ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ നിർഭയനാണ്. ആ അബൂ സുഫിയാന്റെ മോനാണ് മുആവിയ. അപ്പൊ എന്താണ് റസൂലുള്ളാഹി വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെടുത്തിയ ആളാണ് അബൂ സുഫിയാൻ. ഉറക്കെ പറയടോ. എന്നാൽ ഒരിക്കൽ പിന്നീട് നബി പറഞ്ഞു, അയാൾ നബിയുടെ മുന്നിൽ വീണു, പിന്നെ നബിയുടെ ആളായി. പിന്നെ നബി എന്ത് പറഞ്ഞു? എന്ന് പറഞ്ഞു. എന്നാണോ നബിയുടെ മുന്നിൽ വീണു, ആ നിമിഷം പറഞ്ഞു, മൻ ദഖല ബൈത അബീ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ ഒരാൾ കയറിയാൽ അവൻ നിർഭയനാണ്. ആ അബൂ സുഫിയാന്റെ വീട്ടിലുള്ള ആളാണ് ആര്? മുആവിയ. അപ്പോൾ മുആവിയ ആരാണ്? പറയട കുട്ടി, പറ. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവൻ നിർഭയനാണ്. ആ വീട്ടിലുള്ള ആളാണ് ആര്? മുആവിയ. എന്താണ് വിചാരിച്ചേ? ഇതൊക്കെ ആഖിർ സമാന്റെ അടയാളാ. മനസ്സിലാണ്ട് പറഞ്ഞത് വളരെ ചിന്തിച്ചോളും. സയ്യിദുനാ മുആവിയ ആരുടെ മോനാ? സയ്യിദുനാ അബൂ സുഫിയാൻ. സയ്യിദുനാ അബൂ സുഫിയാൻ തങ്ങളുടെ മോനാ. ആ അബൂ സുഫിയാൻ തങ്ങളെ പറ്റി മുത്തുനബി എന്താ പറഞ്ഞേ? മുത്തുനബി എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ആ അബൂ സുഫിയാന്റെ വീട്ടിൽ ഒരാൾ കയറിയാൽ നിർഭയനാണ്. ആ വീട്ടിൽ കയറിയ ആളാ. ആ വീട്ടിലെ അംഗമാണ് ആര്? സയ്യിദുനാ മുആവിയ. ആ മുആവിയ ആക്ഷേപിക്ക്. മുആവിയ തങ്ങളും അലിയാർ തങ്ങളും തമ്മിൽ തർക്കമുണ്ട്. നിനക്കെന്റെ ഇജാര സാഹിബുൽ മഹക്കമെ, ഞങ്ങളുടെ ജഡ്ജി ശംസുലമ റഹ്മത്തുള്ളയും സഖത്തുല്ലാ റഹ്മത്തുള്ളയും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ ഇജാര തർക്കം തീർക്കണാണല്ലോ. നമുക്ക് ശംസുല്ലമ മഹാനാണെങ്കിൽ നമുക്ക് ആ ഒരു മഹാൻ തന്നെയാണ്. പറയടാ, എല്ലാത്തരും ഇന്ത്യ ക്ലാസ്സിനല്ല, എനിക്കൊരൊക്കെ മഹാനാണ്. ഒരു രോമത്തിന് നമ്മളില്ല. അവർ തമ്മിൽ തർക്കണ്ടേ? എനക്കെന്താണ്? അവർ തമ്മിൽ തർക്കണ്ടെങ്കിൽ തീർക്കുന്ന ആളാണ് ഈ സാഹിബുൽ മഹക്കമെ, ജഡ്ജിയ. മനസ്സിലാണ്ട് പറഞ്ഞത്? നമുക്ക് അവരൊക്കെ മഹാന്മാർ തന്നെയാണ്. മനസ്സിലാണ്ടോ? അവർ തമ്മിൽ തർക്കണ്ടായിക്കോട്ടെ. ഒരു തിര മറ്റൊരു തിരയെ അടിച്ചു, അതിന്റെ ഉള്ളിൽപ്പെട്ട ഇജ്ജറിയാവും. ഒരു തിര മറ്റൊരു തിരയെ അടിക്കും, അതിനുള്ളിൽ കയറിയാലോ
ഇജ്ജാവും ഞങ്ങായി ഇജ്ജ് മാറിക്കള, തിരയടിക്കും. ഇത് രണ്ടിലൊരാളെ തെരഞ്ഞെടുക്കാം, പക്ഷെ മറ്റേ ആക്ഷേപിക്കാൻ പാടില്ല. ഒക്കെ ഫുഖഹാ ആണ്, ഒക്കെ ഉലമാ ആണ്, അഹ്ലുസ് സുന്നയുടെ അഅ്ലാമായ ഉലമാ ആണ്. അവരാക്ഷേപിച്ചാൽ ആഖിറ നാശവും. മയക്കുള്ള പള്ളിക്ക പോയിക്കോ, പക്ഷേ മയക്ക ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആൾ ആക്ഷേപിക്കാൻ പാടില്ല. ആ അഭിപ്രായം സ്വീകരിക്കണ്ട, പക്ഷേ അത് നമ്മളെ ഫുഖഹായിൽപ്പെട്ട മഹാനാണെന്ന് വിശ്വസിക്കണം. ഞാൻ വണ്ടൂർ വഴിക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർക്കൊരു ഫാത്തിയോട്ടു, എൻ്റെ ഒരു വാപ്പയാണ്, ഞാൻ സമസ്തക്കാരനാണ്, അവർ സമസ്താണ്, ആയിക്കോട്ടെ, ഒക്കെ നമ്മളെ ഒക്കെ ഒന്നാണ്. നവീമാം റാഫിയാണ് നമ്മളാളാ. ഷാഫി ഇമാം ഹനഫി ഇമാം രണ്ടാണോ? പറയാ രണ്ടാണോ? അല്ല. അശ്അരി ഇമാം മാതുരിദി ഇമാം രണ്ടാണോ? അല്ല. അലി ബിൻ അബി ത്വാലിബ് മുആവിയ രണ്ടാണോ? അല്ല. ഒക്കെ ഒന്ന് തന്നെയാണ്, ഒക്കെ ഒരു വാപ്പാൻ്റെ മക്കളാ. ആരാ ബാപ്പ? മുഹമ്മദ്. അത്രേ ഉള്ളൂ. ബാക്കി നോക്കാനുണ്ട്, അത് നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. ആ കൂലമിൽ പലതും ഉണ്ടാവും, അന്ന് ഇജ്ജ് നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അവരൊക്കെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൗത്തർ കുടിച്ചിട്ട് പൊട്ടിച്ചിരിച്ച് അവിടെ ഇരിക്കും. അവരൊക്കെ ആക്ഷേപിച്ച് ആന്നെ വലിച്ചെറി തിരിഞ്ഞില്ല. ഈ മുആവിയയും റളിയല്ലാഹു അൻഹു ഈ അലിയാരും ആ കൗസർ കുടിക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുണ്ടാവും. ഓല ആക്ഷേപിച്ചാൽ അനക്ക് കൗസർ കിട്ടൂല. ഒക്കെ മുത്തുനബിൻ്റെ മക്കളാ. മനസ്സിലായില്ലേ പറഞ്ഞ? ചിന്തിക്കുക. അള്ളാഹു തആല സ്വഹാബികളെ ആക്ഷേപിക്കുന്നവനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അത്തരം കൂട്ടത്തിൽ കൂടുന്നതിനെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവരെ പ്രസംഗങ്ങൾക്ക് അവരെ ഒന്നിനും പോകരുത്. ഒന്നും പോയാൽ ഈമാൻ നഷ്ടപ്പെട്ടു. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അപ്പോൾ നോക്കൂ നിങ്ങൾ, ഖദ് അർളൈതുൽ മൗലാ ബിനസ്റാത്തി മുസ്തഫ, ഖദ് അർളൈതും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ അൽ മൗലാ മൗലയായ റബ്ബിനെ, ബിനസ്റത്തി മുസ്തഫ ഓ ബിനുസ്റത്തി മുസ്തഫ മുസ്തഫ നബിയെ സഹായിച്ചുകൊണ്ട്. എങ്ങനെയാണ് ആ സഹായിക്കൽ? ആ ശത്രുക്കളെ പിടിച്ചു വിഴുങ്ങി, ഒരഭിമാനാണത്. അത്രയേ ഉള്ളൂ. ചെല്ലിൻ്റെ കൂടെ നിങ്ങൾ തൃപ്തിപ്പെടുത്തിയല്ലോ അൽ മൗലാ മൗലയായ റബ്ബിനെ. എങ്ങനെ തൃപ്തിപ്പെടുത്തി? മുസ്തഫ നബിയെ സഹായിച്ചുകൊണ്ട് ആ ശത്രുക്കളൊക്കെ നിങ്ങൾ വിഴുങ്ങിയില്ലേ? ഖബറേ, നിന്റെ ഭാഗ്യം വല്ലാത്ത ഭാഗ്യം തന്നെ. പിന്നെ ബിക്കസ്രിക്കും 10 ആളുകൾ അവിടെ എണ്ണീയിട്ടുണ്ട്. അഷ്റത്തുൽ മുബശ്ശറ, അതാണ് ആ പറഞ്ഞ് ബിക്കസ്രിക്കും. അവരെയോട് അഭിസംബോധന, നിങ്ങൾ പൊട്ടിച്ചുവല്ലോ അൽ അസ്നാമ, ആ യൂറോപ്യൻ ബിംബങ്ങളെ. അത് ജബറു ഖുലൂബിന, എക്കാലത്തെയും മുസ്ലിം ലോകത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുടെ പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്. ആ യൂറോപ്യൻ ബിംബങ്ങളെ നിങ്ങൾ തകർത്തു. ആര് തകർത്തു? ഈ അശ്റത്തുൽ മുബശ്ശറ. അവർ മുന്നിൽ നിന്ന് തകർത്തു നബിയുടെ കൂടെ. ബിക്കോസ് ലോകത്തെ മുഴുവനും നശിപ്പിച്ചത് യൂറോപ്പാണ്. യൂറോപ്യൻ ബിംബങ്ങളെ തകർത്തു. ആര് തകർത്തു? ഈ അശ്റത്തുൽ മുബശ്ശറയെ സഹായിച്ച് തകർത്തു മുത്തനബിയുടെ കൂടെ നിന്ന്. അത് യൂറോപ്യൻ ബിംബങ്ങളാണ്. യൂറോപ്പാണ് മക്കയെ നശിപ്പിച്ചത്. ലോകത്തെ എവിടെ നശിപ്പിക്കുകയാണെങ്കിൽ യൂറോപ്പിന് അതിലൊരു ഭാഗധേയം ഉണ്ടാകും. എൻ്റെ പുസ്തകമുണ്ട്, തിരുദൂതർ നിയോഗം. അത് നിർബന്ധം വായിച്ചിരിക്കണം. അതെല്ലാവരും വായിക്കണം. വായിക്കാത്ത ഒരാളുണ്ടാവരുത്. ആവർത്തിച്ച് വായിക്കണം. അത് കൊണ്ട് നടക്കണം. അത് ബാഗിൽ യാത്രക്ക് പോകുമ്പോൾ കൊണ്ട് നടക്കണം. ഇടക്കിടക്ക് നോക്കണം, പിന്നെയും പിന്നെയും നോക്കണം. ഇടക്കിടക്ക് എടുത്ത് നോക്കണം. ആ പുസ്തകം എടുത്ത് നോക്കണം. ആ പുസ്തകം ഒരു തൗഫീഖാണ്. ആ പുസ്തകം നിർബന്ധം വായിക്കണം. ആ പുസ്തകം വായിക്കാതിരിക്കരുത്. അത് വീണ്ടും വീണ്ടും വായിക്കണം. പുതിയ കാലത്തിൻ്റെ ചതി എവിടെയാണ് പുണ്യ റസൂലിനെ പ്ലേസ് ചെയ്യേണ്ടത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് സോഷ്യൽ തലത്തിൽ പുണ്യ നബി ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. ഈ പുസ്തകം വായിക്കണം. പിന്നെയും 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 വായിക്കണം. പലവട്ടം വായിക്കണം. ആ പുസ്തകം ഒരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ പല ആളുടെ കയ്യിലൂടെയും പലതും ചെയ്യും. അതൊരു തൗഫീഖാണ്. ഞാനല്ല, അതിൻ്റെ ആളല്ല, ഒരു തൗഫീഖാണ്. അപ്പോൾ യൂറോപ്യൻ ബിംബങ്ങളാണതെന്ന് നിങ്ങൾക്ക് അത് പഠിച്ചാൽ മനസ്സിലാവും. അതൊക്കെ വളരെ
കൃത്യമായി അതിൽ ഒരാൾക്ക് സംശയം ഇല്ലാത്ത വിധത്തിലാണ് തിരുദൂതർ നിയോഗം എഴുതിയിട്ടുള്ളത്. ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. തിരുദൂതർ നിയോഗം എന്നതൊരു അത്ഭുതകരമായ പുസ്തകമാണ്. ആ പുസ്തകം എല്ലാവരും വായിക്കണം. അത് വായിക്കൽ പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതൊരു തൗഫീഖാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് ഞാനൊന്നും അറിയാനല്ല. പിന്നെ എന്തൊരു മുസ്തഫ നബിയുടെ തൗഫീഖ്, മുസ്തഫ റസൂലുള്ളാഹിയുടെ തൗഫീഖ് എൻ്റെ കയ്യിലേക്ക് കയറി വന്നതാണ്. തൗഫീഖാണ്. അങ്ങനെയൊന്നല്ല പുസ്തകം എഴുതിയിരുന്നത്. പിന്നെ പൊട്ടിച്ചതാണ്. പിന്നെ പൊട്ടിച്ച് മാറ്റി അങ്ങോട്ട് തിരുത്തി എഴുതിയതാണ്. അതിൽ 100, 200, 300 ചില്ലാനം പേജ്. അതിൽ 130 ചില്ലാനം പേജ് കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് എന്ന പേര് പോലും കൊടുത്തിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുസ്തകം ഒരു അത്ഭുതകരമായ പുസ്തകമാണ്. ആ പുസ്തകം എല്ലാവരും വായിക്കണം, നിർബന്ധം വായിക്കണം. അപ്പോഴേ സുഖാൻ സാമൂഹിക തലത്തിൽ നബിയെ വിട് എന്ന് ചിന്തിക്കണം. നിരീശ്വരവാദികളോട് ഞാൻ വിനീതമായി ആവശ്യപ്പെടാണ്, നിങ്ങൾ നിഷ്പക്ഷമായി ആ പുസ്തകം വായിക്കണം. എവിടെയാണ് മുഹമ്മദ് എന്നാൾ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിഷ്പക്ഷമായി വായിക്കണം. നിരീശ്വരവാദികൾ, അഗ്നോസിസ്റ്റുകൾ നിഷ്പക്ഷമായി വായിക്കണം. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു, ഏത് ബിംബങ്ങൾ? യൂറോപ്യൻ ബിംബങ്ങൾ. യൂറോപ്പാണ് എപ്പോഴും ബിംബങ്ങളെ നാട് കടത്തിയത്. ലോക രാജ്യങ്ങളിലേക്ക് മുഴുവനും ബിംബങ്ങളെ കയറ്റിവിട്ടത് യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ ഉള്ളിൽ എന്നും ദൈവനിഷേധമുണ്ട്. യൂറോപ്പ് അടിസ്ഥാനപരമായി ദഹരീയത്താണ്. എന്താ ദഹരീയത്ത്? ദഹരീയത്ത് എന്നാൽ എന്താ? കാലവാദം. കാലം കൊണ്ടിങ്ങനെ വന്ന് മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം ഒരു സൃഷ്ടാവൊന്നുമില്ല എന്ന കൺസെപ്റ്റാണ് ദഹരീയത്ത്. ദഹരീയത്തിൻ്റെ പ്രചാരകർ എന്നും യൂറോപ്പാണ്. ചിലർ പറയും മഹാനായ അരിസ്റ്റോട്ടിൽ. ആരുടെ അരിസ്റ്റോട്ടിൽ? ദഹരി. അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പൂതിയാ ചിലർക്ക്. നമ്മളെ അറബി കിതാബിലൊക്കെ ഉണ്ട് അറസ്തോത്താലിസ്. ആരുടെ അയാൾ? ദഹരി. പക്ക ദഹരി. അയാളുടെ ഓമന ശിഷ്യനാണ് ആര്? അലക്സാണ്ടർ. അയാൾ ചെയ്തു കൂട്ടിയ തിന്മ ആകാശഭൂമികൾക്കിടയിൽ ഒരാൾ ചെയ്തിട്ടില്ല. എന്തിനാണ് അലക്സാണ്ടറെ അരിസ്റ്റോട്ടിൽ അയച്ചത്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ധർമ്മം നശിപ്പിക്കാൻ, നന്മ നശിപ്പിക്കാൻ. അത് തന്നെ. അതുകൊണ്ടാണ് അലക്സാണ്ട്രിയ ലൈബ്രറി മുസ്ലിങ്ങൾ തകർത്തത്. തകർക്കൂല എന്ന് പറയുന്നത്. തകർക്കൂടെ ഞങ്ങൾ തകർക്കണവർ തന്നെയാണ്. ചിലർ ബുക്ക് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ, അത് മുസ്ലിങ്ങൾ തകർത്തതല്ല, അങ്ങനെയല്ല. തകർത്ത മുസ്ലിങ്ങൾ തന്നെയാണടാ ഇജാര ചോദിക്കാൻ. തകർക്കൂടാ. എന്തേലും ഉണ്ടായിരുന്നത്? അരിസ്റ്റോട്ടിലിൻ്റെ ദഹരീയത്ത്. അടിസ്ഥാനപരമായി അലക്സാണ്ട്രിയ ലൈബ്രറി തകർത്തത് മുസ്ലിങ്ങളല്ല, അത് ജൂലിയസ് സീസർ സൈന്യ. സീസർ മനസ്സിലാവുന്നത് പറഞ്ഞത്, AD-യുടെയും BC-യുടെയും മധ്യത്തിൽ ജീവിച്ച ആളാണ് സീസർ. മനസ്സിലാവുന്നത് പറഞ്ഞത്. സീസറുടെ പട്ടാളം ഈജിപ്തിലേക്ക് വന്നപ്പോൾ അവരാണ് തീ കൊടുത്തത്. അങ്ങനെയാണ് പ്രാഥമികമായി തകർക്കപ്പെടുന്നത് അലക്സാണ്ട്രിയ ലൈബ്രറി. പിന്നെ മാർക്ക് ആന്റണി അത് പുതുക്കി പണിതു. അതിന് കാരണം മാർക്ക് ആന്റണി ക്ലിയോപാട്രയെ കെട്ടി. ഒരു നിലയ്ക്ക് ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും വ്യഭിചരിക്കാനുമാണ് സീസർ ഈജിപ്തിലേക്ക് വന്നത്. സീസർ ഈജിപ്തിലേക്ക് കയറി വന്ന് അധികാരം വാണ ആദ്യത്തെ രാത്രി വ്യഭിചരിക്കാൻ വേണ്ടി ഒരു പായയിൽ കെട്ടിയിട്ടാണ് സീസറുടെ തമ്പിലേക്ക്, സീസർ താമസിക്കുന്ന ടെൻറ്റിലേക്ക് ക്ലിയോപാട്രയെ ഒരു പായയിൽ കെട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് ആദ്യ രാത്രി ജൂലിയസ് സീസർ ക്ലിയോപാട്രയെ വിചരിച്ചത്. ആ സൈന്യം മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നീട് ബ്രൂട്ടസ് കൊന്നു. ആരെ? സീസറെ. സീസറെ കൊന്നപ്പോൾ പിന്നീട് മാർക്ക് ആന്റണി അധികാരിയായി. മാർക്ക് ആന്റണി പിന്നെ ക്ലിയോപാട്രയെ കെട്ടി. അപ്പോൾ ക്ലിയോപാട്ര അലക്സാണ്ട്രിയക്കാരിയാണ്. അവൾ തൻ്റെ മഹറായി വിവാഹമൂല്യമായി ചോദിച്ചു. എന്ത്?
അലക്സാണ്ട്രിയൻ ലൈബ്രറി പുതുക്കി പണിയണം. ആരാ ക്ലിയോപാട്ര? ദഹ്രിയത്ത്. ഹിപ്പേഷ്യ ആരാ? ദഹ്രിയത്ത്. മാത്സിൽ ലോകം കണ്ട അത്ഭുതമാണ് ഹിപ്പേഷ്യ. ഹിപ്പേഷ്യ കേട്ടിട്ടുണ്ടോ? കേട്ടല്ലോ കൈപ്പൊക്കി. ഒരാളുണ്ട്, ഒരാളെങ്കിലും ഉണ്ടായല്ലോ. മാത്സിൽ ലോകം കണ്ട അത്ഭുതമാണ്. ദമാഷുണ്ട്. ലോകം കണ്ട മാത്സിലെ ലോകം കണ്ട അത്ഭുതമാണ് ആര്? ഹിപ്പേഷ്യ. ഹിപ്പേഷ്യ ആരാ? ദഹ്രിയത്ത്. ഇവരെയൊക്കെ അരിസ്റ്റോട്ടിലാ സ്വാധീനിച്ച്. മാത്സിൽ ഇതുപോലെ ഒരു ജീനിയസ് ലോക ചരിത്രത്തിൽ ഇല്ല. അലക്സാണ്ട്രിയക്കാർ അവളെ നഗ്നയായി വഴിയിലൂടെ നടത്തി വലിച്ചയച്ച് കൊണ്ടുപോയി കൊന്നു ഹിപ്പേഷ്യയെ. ടോളമിയുടെ സ്കൂൾ നടത്തിയിരുന്നു. ടോളമി സ്കൂളുകൾ എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്? ദഹ്രിയത്തിന് വേണ്ടി. യൂറോപ്പിൽ നിന്ന് എന്തു വന്നാലും ദഹ്രിയത്താണ്. അതായത് മനസ്സിലുണ്ട്, BC യിലാണത്. BC 4-ാം നൂറ്റാണ്ടിലാണ് ആര് വരുന്നത്? അലക്സാണ്ടർ. ടോളമിയും ആ കാലത്താണ്. പിന്നെ ടോളമി സ്കൂളുകൾ സ്ഥാപിച്ചു. ടോളമി 1-ാമനും ടോളമി 2-ാമൻ ടോളമി സ്കൂളുകൾ സ്ഥാപിച്ചു. ആ ടോളമി സ്കൂളുകളിൽ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്? എന്താണോ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അത് തന്നെ. യൂറോപ്യൻ ദഹ്രിവാദം. യൂറോപ്പ് എന്നും ദഹ്രിയവാദത്തെ ഒളിച്ചു കിടത്തി. ആ ഒളിച്ചു കിടത്തുമ്പോൾ അതിൻ്റെ ചില സിംബോളിക്കായി അവർ കടത്തിയ ബിംബങ്ങളാണിത്. ഈ ബിംബങ്ങളുടെ അടിസ്ഥാനം ദഹ്രിയത്താണ്. ആ ദഹ്രിയത്തിനെ ഇവിടെ തകർത്തു ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ആദ്യം തിരുദൂതർ നിയോഗം എന്ന 2 ആവർത്തി വായിക്കുക. എന്നിട്ട് വീണ്ടും പ്രസംഗിനോട് ചോദിക്കുക. ഞാൻ വാക്യം പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹിപ്പേഷ്യയെ ഞാനതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അവർ മാത്സിൽ അത്ഭുതമാണ്. പക്ഷെ അവരൊക്കെ ദഹ്രിയാക്കളാണ്. ദഹ്രിയാക്കളെയാണ് ഖുർആൻ നിഷേധിച്ചത്. വമാ യുഹ്ലികുനാ ഇല്ല ദഹ്ർ. കാലം കൊണ്ടിങ്ങനെ ജീവിച്ച് മരിച്ചു പോകും. അത്രയേ ഉള്ളൂ. കുട്ടികളതൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് പുസ്തകം നോക്കണം. പുസ്തകം ഇടയ്ക്കിടയ്ക്ക് ആ പുസ്തകം വായിക്കണം. ഞങ്ങളെ പേഴ്സണാലിറ്റി തന്നെ മാറും. വളരെ വ്യക്തമായ വ്യൂ ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഇന്നത്തെ റസൂലാണ് പഠിക്കണം. ഇന്നലത്തെ റസൂല അല്ല ഇന്നത്തെ റസൂല, ഇന്നത്തെ റസൂല അല്ല നാളത്തെ റസൂല. റസൂല എന്നും പുതിയ റസൂലാണ്. ആണോ അല്ലേ? ഇന്നലത്തെ റസൂലല്ലടാ ഇന്നത്തെ റസൂല, ഇന്നത്തെ റസൂലല്ലടാ നാളത്തെ റസൂല. അപ്പം മിനിഞ്ഞാന്നത്തെ റസൂലാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ റസൂലാന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്നോ കാലത്തെ റസൂലാനെ പറയാണ്. അതൊക്കെ. പക്ഷെ അതിൻ്റെ മേലെ പിന്നെ റസൂല ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലത്തെ റസൂല വേറെയാണ്, നാളെ രാവിലത്തെ റസൂല വേറെയാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ഇല്ലെങ്കിൽ അതാ എടാ റസൂല കാലാരണപ്പെട്ടു എന്ന് പറയേണ്ടി വരില്ലേ? റസൂല കാലാരണപ്പെടൂലല്ലോ. റസൂല എന്ന് വരെ എന്ന് ഓതിത്തരുന്ന റസൂൽ. അപ്പോൾ എന്നും ഓതിത്തരുന്ന റസൂലുണ്ട് ഇവിടെ. റസൂല യത്ലു അലൈക്കും ആയാത്തില്ല. എവിടെ ആയത്ത്? റസൂല യത്ലു അലൈക്കും ആയാത്തില്ല. മിന്നാ നീ ആരെ കൊണ്ട് നോക്കിച്ചല്ലോ? ഇൻ്റലിജൻ്റായിരിക്കണം ക്ലാസ്സിൽ. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നിങ്ങൾ വിചാരിച്ച ക്ലാസ് അല്ല ഇത്. മുത്തുനബിയെ സമർപ്പിക്കണം. അപ്പം എൻ്റെ വായിലൂടെ ഒരു തൗഫീഖ് ഇറങ്ങി വരും. അത് എൻ്റെ ക്ലാസ് അല്ല കുട്ടി, ഇത് മുത്തുനബിൻ്റെ ക്ലാസ്സാണ്. എടാ ഇന്നലത്തെ റസൂല അല്ലടാ ഇന്നത്തെ റസൂല. ഇന്നത്തെ റസൂല മനോരമ പിന്നെ ഇറങ്ങിയില്ലേ? അപ്പം ആ മനോരമ കൊണ്ടുവന്ന ഇഷ്യൂ, മാതൃഭൂമി കൊണ്ടുവന്ന ഇഷ്യൂ, ഇന്നത്തെ ഇഷ്യൂസിന് പരിഹാരം ഇന്ന് ആര് പറയണം? റസൂല പറയണ്ടേ? അൽ-ബഖറ 251. റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാ വറസൂലൻ യത്ലു ഓതിത്തന്നുകൊണ്ടിരിക്കുന്ന റസൂലാണത്. സുന്നുണ്ടോ? ഇന്നില്ലേ? സുന്നുണ്ടല്ലോ. റസൂലുണ്ട്.
ഇന്ന് റസൂലുണ്ട്. ഇന്നലത്തെ റസൂലല്ല ഇന്നത്തെ റസൂല, ഇന്നത്തെ റസൂലല്ല നാളത്തെ റസൂല. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം.